ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുള്ളത് ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അത്യാവശ്യം വ്യായാമമാണ്. നമ്മൾ ഇന്ന് പൊതുവെ കണ്ടുവരുന്നൊരു പ്രവണത ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ പലരും വ്യായാമങ്ങൾക്കൊന്നും സമയം കണ്ടെത്താറില്ല. അതുകൊണ്ട് തന്നെ പലരെയും പല രോഗങ്ങളും പിടികൂടുന്നുണ്ട്. ഇപ്പം തന്നെ ഇനി മഴക്കാലം തുടങ്ങുകയാണ്, ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇതിനെല്ലാം പുറമെ മറ്റു പല രോഗങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ക്യാൻസർ, കിഡ്നി ട്രബിൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനം കേരളം. മറ്റു പല ഘടകങ്ങളും ഉണ്ടെങ്കിലും ക്യാൻസറിനെ കുറിച്ച് തന്നെ പറയുന്നത് വ്യായാമം ഒരു പരിധി വരെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ്. പിന്നെ ക്യാൻസർ വരാൻ കാരണം പരിസ്ഥിതി ഉള്ള മോശം സാഹചര്യങ്ങളും മറ്റുമാണ്, വേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ ഈ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം വ്യായാമമാണ്. വ്യായാമം പലതരത്തിലുണ്ട്. ഇപ്പോൾ പ്രായം ചെന്നവരെയൊക്കെ സംബന്ധിച്ച് മോർണിംഗ് വാക്ക് ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് വിവിധ ഇനം വ്യായാമങ്ങൾ, അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കരാട്ടെ, കുങ്ഫു, അതുപോലെ തന്നെ തൈക്കൊണ്ടോ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ. ഇതിലൊക്കെ പരിശീലനം ലഭിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ വിദേശത്തു നിന്ന് വന്ന നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ആയോധന മുറകളാണ്. നമ്മുടെ ആയോധന മുറ എന്ന് പറയുന്നത് കളരിപ്പയറ്റാണ്. ഞാൻ കളരിപ്പയറ്റിൻ്റെ നാടായ വടകരയിൽ ഒരു 5 വർഷം MP ആയിരുന്നതാണ്. കളരിയുടെ ഒരു ആസ്ഥാനം അവിടെയാണ്. ആരോഗ്യവും പുണ്യാഴ്ചയും ഒക്കെ തച്ചോളി അതേന്നൊക്കെ അംഗം വെട്ടിയ ആ പ്രദേശങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ കാണുന്ന പല കളരികളിലും ചെല്ലുന്നു. നമ്മുടെ തിരുവനന്തപുരത്തിന് കളരിയുണ്ട്, പഴയിലേക്ക്. അതവിടെ പാർട്ടി അനുഭാവിയുടെയും കൂടെയാണ് കളരി. അപ്പോൾ കളരിക്ക് 2 തരമുണ്ട്, വടക്കൻ ശൈലിയുണ്ട്, തെക്കൻ ശൈലി. പക്ഷെ എല്ലാ കളരികളിലും കാണാൻ കഴിയുന്നത് നല്ല ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് കുട്ടികൾ കളരി അഭ്യസിക്കാൻ വരുന്നതാണ്. കളരിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ ശ്രമകരമാണ്. കളരി മെയ്വഴക്കം ഒരു പ്രധാന ഘടകമാണ്. ശരീരത്തിന് അതിന് പാകപ്പെടുത്തി എടുക്കുന്ന ചികിത്സാ രീതിയുണ്ട്. കളരിക്ക് ആയോധന മുറയുണ്ട്, കളരി ചികിത്സയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇത് കരാട്ടെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾക്ക് കുറേ കൂടെ ആകർഷണമാണ്. പിന്നെ കളരി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ മെയ്വടക്കം ഒരു പ്രധാന ഘടകമായതുകൊണ്ട് അതിൻ്റെ കളരി ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ രംഗത്തേക്ക് പ്രവേശിക്കാൻ. കരാട്ടയ്ക്ക് അങ്ങനെയില്ല. നിങ്ങളുടെ ശരീരം ക്രമപ്പെടുത്തുന്നത് വ്യായാമത്തിലൂടെയാണ്. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ വിവിധ ഇനങ്ങൾ, അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു കേരളം. അതാണ് ഞാൻ പറഞ്ഞ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ സന്തോഷം ഉള്ളത്. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കുക ഇതുപോലുള്ള ആയോധന മുറകൾ സഹായിക്കും. ഞാനും കുറച്ചു കാലം ഈ തൈക്കൊണ്ടോ എൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിച്ചു. സംഭവം എന്താ തൈക്കൊണ്ടോ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എന്നെ കുറേ ഇതിൻ്റെ സംഘാടകർ വന്ന് പറഞ്ഞു ഇതൊരു കൊറിയൻ ആയോധന മുറയാണ്, പക്ഷേ ഇതിന് ഒട്ടും പബ്ലിസിറ്റി കിട്ടുന്നില്ല. അപ്പോൾ സാറ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നാൽ സാറ് പ്രസിഡൻ്റായിട്ട് വന്നാൽ പബ്ലിസിറ്റിയൊക്കെ കിട്ടും. ഞാൻ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ഞാൻ ഈ ആയോധന മുറ കണ്ടിട്ടുമില്ല. വേണ്ട, സാറൊന്ന് പ്രസിഡൻ്റ് ആയിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു പ്രസിഡൻ്റ് ആവാൻ തൽക്കാലം ഇത് റെയിലിൽ കയറിയാൽ ഞാൻ മാറും. കാരണം രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ജോലിയുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ ഈ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു സംവിധാനത്തിൽ സമയം കളയാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് നല്ല കാര്യമാണ്. പക്ഷേ ഇതിനൊന്ന് റെയിലിൽ കയറ്റി തരാം എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രസിഡൻഷിപ്പ് എടുത്തു. സംഘാടകർ ഉദ്ദേശിച്ച ഫലം കിട്ടി. പിറ്റേന്ന് പത്രത്തിലൊക്കെ തൈക്കൊണ്ടോൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന എൻ്റെ കാർട്ടൂണുകൾ എല്ലാ പത്രങ്ങളിലും വന്നു. അതുകൊണ്ട് ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങിയത് എന്താണ് സംഭവം. ഇപ്പോൾ നല്ല രീതിയിൽ കുട്ടികൾ അതിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം റെയിലിൽ കയറിയതിന് ശേഷം ഞാൻ പറഞ്ഞു ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കാം. അപ്പം അതൊന്ന് നന്നായിട്ട് അത് തൈക്കൊണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അതിന് മറ്റേ ഒളിമ്പിക്സിനും കരാട്ടയ്ക്ക് ഇനി നമുക്ക് കളരിക്കും കൂടെ വരുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് കളരിക്കും ഒരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ കളരികൾക്ക് നേരിട്ട് പണം നൽകുന്നുണ്ട്.
നമ്മുടെ കേരളത്തിൽ ഇതാരും മനസ്സിലാക്കിയില്ല. ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിമാരോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ ഫണ്ട് ഉണ്ട് കേട്ടോ കേന്ദ്രത്തിൽ, അത് നമുക്ക് വിചാരിച്ചാൽ കിട്ടും. പക്ഷേ എന്താണെന്ന് അത്ര താല്പര്യം ആരും എടുത്തില്ല. ഇനി നമുക്കത് എടുക്കണം. കാരണം കേന്ദ്രത്തിൻ്റെ ഫണ്ടിട്ട് അല്ലെങ്കിൽ കളരി അക്കാദമിയൊക്കെ നമുക്ക് കേരളത്തിൽ സ്ഥാപിക്കാം. കേരളത്തിലാണ് കളരിയുടെ ഉത്ഭവം. കാരണം അതിനു വേണ്ടിയിട്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഉള്ള കുട്ടികളെ വാർത്തെടുക്കാൻ കേന്ദ്ര സർക്കാർ സ്പോർട്സ് മന്ത്രാലയം അംഗീകരിച്ചത് കേരളത്തിലെ കളരി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള ആയോധന മുറകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് യുവാക്കളെ, കുട്ടികളെ കർമ്മനിരതരാക്കുക, ആരോഗ്യമുള്ളവരാക്കുക എന്നുള്ള ആ ലക്ഷ്യത്തോടുകൂടെ മുന്നേറുന്ന ഈ സംഘടനകൾക്കൊക്കെ ഇതിപ്പോൾ ജപ്പാൻ ഷിട്ടോ റിയു കരാട്ടെ, ഓരോ കരാട്ടയ്ക്ക് ഓരോ മോഡൽ, ജപ്പാൻ മോഡൽ അല്ലേ, ജപ്പാൻ മോഡൽ. ഏതായാലും സന്തോഷമുള്ളത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഇതിൽ വളരെ താല്പര്യം. ഞാൻ സുരേഷിനോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ഈ കരാട്ടയിൽ എത്തിയത്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ആരോഗ്യമുള്ള തലമുറ എന്ന് പറയുമ്പോൾ അതിനെ വാർത്തെടുക്കാൻ എല്ലാ പൊതുപ്രവർത്തകർക്കും ചുമതലയും. ഏതായാലും കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. മുഴുവൻ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയ കുട്ടികളും ഈ ആയോധന മുറയിൽ വിദഗ്ധരായി ഭാവിയിൽ മാറാനും കേരളത്തിനോട് ഒളിമ്പിക്സിൽ ഒരു സ്വർണം നേടാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.